നമസ്കാരം. നമ്മുടെ സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിക്കുന്നത്? സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകനെ പിടിച്ചു തള്ളിയെന്നും മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉയരുന്നു. സുരേഷ് ഗോപിക്ക് ഈ വലിയൊരു വിഷയത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷം മീട്ടു ആരോപണങ്ങളും ഇങ്ങനെ ശക്തമാകുമ്പോൾ ഒരു പക്വതയോടുകൂടി കേന്ദ്രമന്ത്രിയാണ്, MP ആണ്, അതുപോലെ തന്നെ ഒരു സീനിയർ സിനിമാ പ്രവർത്തകനാണ്, 2-3 പെൺമക്കളുടെ അച്ഛനാണ്, പിന്നെ അമ്മ എന്ന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി കുറച്ചും കൂടി തൻ്റെ പദവി സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയേണ്ടതായിരുന്നില്ല. ഇനി താൻ ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ ഈ മഹാരാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിസഭയിലെ അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന ഏത് അഭിപ്രായവും രാജ്യത്താകെ മാധ്യമ ശ്രദ്ധ നേടുന്നതും മാധ്യമങ്ങളിൽ നിറഞ്ഞു വരുന്നതുമാണ്. ആ ബോധം ഈ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹം അതും ശ്രദ്ധിച്ചില്ല. വെറും ഒരു സിനിമാക്കാരനായി മാറിയിരിക്കുന്നു. സിനിമയിലുള്ള തൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് താഴ്ന്നുപോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരുപക്ഷെ കേരള ജനത വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നേതൃത്വമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. നാളെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ നയിക്കേണ്ട ആളായി വരും എന്ന പ്രതീക്ഷയും കേരള ജനതയ്ക്ക് ഉണ്ട് എന്നത് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള സുരേഷ് ഗോപി ഇത്തരത്തിൽ സിനിമയിലെ ഈ പറയുന്ന ദുഷിപ്പുകൾക്ക് എതിരെ അല്ലെങ്കിൽ ദുഷിപ്പുകളെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ മുഴുവനും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുമ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ സമീപിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് കൃത്യമായ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പറയാതെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞ് മാറിപ്പോവുകയോ ചെയ്യേണ്ടതായിരുന്നു സുരേഷ് ഗോപി. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനെ തള്ളി നീക്കുന്ന രംഗങ്ങളാണ്, ആ സീനുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കൽ ഇത്തരത്തിലൊരു ഒരു ഒരു രംഗം നമ്മൾ കുറേ കാലം റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അതായത് മുഖ്യമന്ത്രിയുടെ ജനസദസ്സ് വലിയ ഒരു യാത്ര നടത്തിയപ്പോൾ ആൾക്കാരെ തല്ലിച്ചതച്ചതും ഹെൽമറ്റ് കൊണ്ടടിച്ചതും അതുപോലെ തന്നെ ഗൺമാൻ ഇറങ്ങി വന്നിട്ട് കാല് തല്ലി ഓടിക്കുന്നതും ഒക്കെ രംഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടിരുന്നു. കേരളത്തിലെയും ലോകത്തിലെയും ജനങ്ങൾ അതിങ്ങനെ ഒരു 1000 വട്ടമെങ്കിലും കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ ഇപ്പോൾ ഓരോ മാധ്യമങ്ങളും അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10,000 വട്ടം ജനങ്ങൾ അത് കാണേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? സുരേഷ് ഗോപി എന്ന ഈ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മ കാണിച്ചു എന്നാണ്. ഇനി ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ കൃത്യതയുണ്ടോ എന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ഒരു തീറ്റയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. നിങ്ങൾ അത് വെച്ച് കാശുണ്ടായിക്കോളൂ. ഒരു വലിയ സംവിധാനത്തെ നിങ്ങൾ തകടം മറിക്കുകയാണ്. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ. മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിക്കുകയാണ്. ഇതൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അത്ര വലിയ എതിർപ്പൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം അത്ര കൃത്യമായി പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഒരു തീറ്റ തന്നെയാണ് കുറേ കാലമായിട്ട്. കാരണം വാർത്തകൾ ആണ് മാധ്യമങ്ങളുടെ തീറ്റ എന്നത് യാഥാർത്ഥ്യം മറച്ചു വെക്കേണ്ടതില്ല. മാധ്യമങ്ങളുടെ തീറ്റ തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. പക്ഷെ അത് വളച്ചും കെട്ടിയും പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്ത ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. സ്വാഭാവികമായിട്ടും കുറച്ചു കാലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം വീട്ടിലിരുന്ന് വാർത്ത കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്ന് ഒരുപക്ഷെ ഞാനൊരു മാധ്യമ പ്രവർത്തനാണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ മുതിർന്ന മക്കളാണുള്ളത്. അവര് ഇതൊന്നും കേട്ടാൽ എനിക്ക് പ്രശ്നമല്ല. അവരും സ്വതന്ത്രമായിട്ടിരുന്ന് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു SSLCക്ക് പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ 5ഓ 6ഓ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ 8ഓ 9ഓ പഠിക്കുന്ന ഇതിൻ്റെ ആ കൗമാരപ്രായത്തിൽ നിൽക്കുന്ന കുട്ടികളോ വീട്ടിലുണ്ടെങ്കിൽ അവര് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിരുന്ന് ഈ വാർത്ത എങ്ങനെ കേൾക്കും എന്നത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷെ അത് മാധ്യമങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉള്ള വാർത്തകൾ അതുപോലെ പറയുക എന്നുള്ളത് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ
അതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ കോടതികൾക്ക് യുക്തിയും ബുദ്ധിയും ഉണ്ട്, ആ ബുദ്ധിയും യുക്തിയുമുള്ള കോടതികൾ കൃത്യമായി കാര്യങ്ങൾ തീരുമാനിക്കും, അങ്ങനെ തീരുമാനിക്കട്ടെ എന്നാണ്. പക്ഷേ മുകേഷിന്റെ രാജിയെക്കുറിച്ച് എന്ത് പറയുന്നു, മുകേഷിനെ കുറിച്ചൊരു അഭിപ്രായം എന്ത് പറയുന്നു, ഇങ്ങനെ ഒരു മീട്ടു പിന്നെ ആരോപണം മുകേഷിനെ കുറിച്ച് വന്നിരിക്കുന്നു, അത് പിന്നെ BJP അതിനെതിരെ സമരം ചെയ്യുന്നു, മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് മുകേഷ് സുരേഷ് ഗോപി ഞെട്ടി മാറിയതും ഈ പ്രകോപിതനായി മാറിയതും. അവിടെയാണ് സുരേഷ് ഗോപിയിലെ ഒരു വ്യക്തിത്വം. ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ പോയിന്റുകളുണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ട് എങ്കിൽ പോലും താങ്കളുടെ ആ ബോഡി ലാംഗ്വേജും താങ്കൾ പറഞ്ഞ വാക്കുകളുടെ ടോണും വളരെ ഗുരുതരമായി ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സുരേഷ് ഗോപിക്ക് ഇത് ഒരു സിനിമ, ഞാൻ എപ്പോഴും എനിക്ക് സിനിമ ചെയ്യണം, സിനിമ ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുമെന്നൊക്കെ പറയുന്ന വ്യക്തിക്ക് അടിസ്ഥാനപരമായുള്ള ഒരു സിനിമാക്കാരൻ മാത്രമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് കാണണം. അങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹം സിനിമാക്കാരൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, ആ കേരളത്തിലെ ഘടകത്തിൻ്റെ അവരുടെ നിലപാടുകളെ, ആ നിലപാടുകൾക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടവനാണ്. അതല്ല, അല്ലെങ്കിൽ ആ വലിയൊരു പ്രസ്ഥാനമാണ് പ്രതിസന്ധി കാരണം. ഇനിയിപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തിയെ ഏതെല്ലാം ചാനലുകളിലിരുന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നു എന്നതും നമ്മൾ കാണേണ്ടി വരും. മിക്കവാറും ഇപ്പൊ തന്നെ ന്യായീകരിച്ച് തുടങ്ങിയിരിക്കുന്നു, അവർക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തി കേരളത്തിന്റെ ഒരു പ്രതീക്ഷയായ ഒരു നേതാവാണ് എന്ന് തർക്കമില്ല. നിലപാടുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക, ടോണും ശരീര ലാംഗ്വേജും ശ്രദ്ധിക്കുക.